ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കിണറിൻ്റെ മൂടി ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മൾ സാധാരണ 3/8 വട്ടയിട്ടിട്ടായിരുന്നു, 1 ഇഞ്ച് 3/8 വട്ടയിട്ടിട്ടായിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു കസ്റ്റമർക്ക് ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് 1 ഇഞ്ച് 1/4 ഇഞ്ച് പട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കുറയും. ഏകദേശം ഒരു 5 കിലോ ഒക്കെ പട്ട വെയിറ്റ് വരുന്നുള്ളൂ. സാധാരണ വരുന്നത് 1 ഇഞ്ച് 3/8 ഒക്കെ വരുമ്പോൾ 10-11 കിലോനൊക്കെ വെയിറ്റ് വരാറുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിന് വരുന്ന നെറ്റ് 2x2 കുറച്ച് നെറ്റാണ്, കനം കുറഞ്ഞ നെറ്റാണ് ചെയ്യുന്നത്. 2 സൈഡിലും കിണറിൻ്റെ വെള്ളം വലിക്കാനുള്ള കല്ല് അതിൻ്റെ സൈഡ് കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ പൈപ്പ് ഇടാനുള്ള. അപ്പോൾ ആ ഭാഗത്തേക്ക് കൊത നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സെൻറ്റർ ഭാഗത്ത് കൊടുക്കുന്നത് 1 ഇഞ്ച് 1/4 ഇഞ്ച് ആംഗിളർ തന്നെയാണ് കൊടുക്കുന്നത്. ഡോറിൻ്റെ ഭാഗം നമ്മൾ 3/4 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ കൊടുക്കുന്നതിന് വ്യത്യസ്തമായിട്ട് എല്ലാ ഭാഗത്തും സെൻറ്റർ ഭാഗത്തൊക്കെ പൈപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളെല്ലാം പട്ട തന്നെയായിരുന്നു ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലേക്കാണ് നമ്മളിത് ചെയ്യുന്നത്. സെൻറ്ററിൽ വരുന്നത് മാത്രമാണ് ആംഗിളർ ഇട്ട് കൊടുത്തത്. കാരണം ആംഗിളർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന നെറ്റാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ലോങ്ങിലേക്കുള്ള കുറച്ച് ദൂരം നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഷോപ്പിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ സൈറ്റിൽ ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കറണ്ടിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരുന്ന വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ടുന്നത്. അപ്പോൾ ഈ 2 കട്ടിങ് വരുന്ന ഭാഗം കുറച്ച് നമ്മൾ അധികം ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടിടുമ്പം ചിലപ്പം കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ കിണറിൻ്റെ ചുറ്റും തേപ്പൊന്നും കഴിഞ്ഞതല്ല. അപ്പോൾ കല്ലൊക്കെ കുറച്ച് ഇളകുന്നതാണ്. കുറച്ച് ലൂസ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണിയാവാൻ സാധ്യതയുണ്ട്. നമ്മളിതിന് അപ്പോക്സി ബ്ലാക്കാണ് കൊടുക്കുന്നത്. സാധാരണ ഗ്രേ ആയിരുന്നു നമ്മൾ കൂടുതൽ കൊടുക്കാറുള്ളത്. പ്രാവശ്യം ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു പീസ് അഴിച്ചു വെച്ചിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറിൻ്റെ മുകളിലെ ഭാഗം വരുന്നതും പൈപ്പും നമ്മൾ ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് തന്നെ 3/4 ഇഞ്ച് പൈപ്പ് ബെൻഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പീസും 2 സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ഒരു പട്ട വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് അടിച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. നമ്മൾ ഏകദേശം ആ കിണറിൻ്റെ അതേ ഷേപ്പ് തന്നെ നമ്മളവിടെ വരച്ചിട്ടുണ്ട്. വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പുറത്തായിട്ടായിരുന്നു കിണറുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതേ അളവ് തന്നെ വരച്ച് കട്ട് ചെയ്തിട്ടാണ്, സൈഡ് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഏകദേശം പെയിൻ്റ് അടിച്ചായിട്ടുണ്ട്. ഉള്ളിൽ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഫ്രെയിം അടിച്ച് മൊത്തം സെറ്റാക്കിയതിന് ശേഷം അഴിച്ചു വെച്ചാണ് 2ാം നിലയിലേക്ക് കയറ്റാൻ വേണ്ടി. ഈ ഒരു സമയത്ത് കുറച്ച് വർക്കുകളൊക്കെ ഷോപ്പിൽ തന്നെ ചെയ്യാനുള്ള വർക്കുകളായിരുന്നു. എല്ലാം ഷോപ്പിൽ നിന്ന് തന്നെ അടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇനി നേരെ നമുക്ക് സൈറ്റിലേക്ക് പോവാം. ഈ കാണുന്ന കിണറിനാണ് നമുക്ക് ഇടാനുള്ളത്. അപ്പോൾ ഈ റിങ് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ സൈഡൊക്കെ കുറച്ച് ഇളകി വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ്